നമുക്ക് ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പേജ് ഓപ്പൺ ആവും ആൻഡ് അതേപോലത്തെ ഒരു പോപ്പപ്പ് കൂടി നമുക്ക് അവിടെ വരും. അവിടെ നമുക്ക് കാണിക്കുന്നത് കാൻഡിഡേറ്റ് ഹു ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് ആൻ അക്കൗണ്ട് ഫോർ ക്വാളിഫിക്കേഷൻ എന്നത് മാട്രിക്കുലേഷൻ ആണ്. അത് ഓൾറെഡി അവിടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമുക്കത് മുമ്പിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏത് അതോറിറ്റിയാണ് അത് ഇഷ്യൂ ചെയ്തതെന്നുള്ള ഫില്ല് ചെയ്യണം. അതേപോലെ ഏത് ഡേറ്റിലാണ് അത് ഇഷ്യൂ ചെയ്തതെന്നുള്ളത് ഫില്ല് ചെയ്യണം. ഫോൺ നമ്പർ ഇവിടെ കാണിക്കും. നിങ്ങൾ അടയ്ക്കേണ്ട ആ ഒരു എമൗണ്ട് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് ഹായ്, വെൽക്കം ടു എൻട്രി RRB SSC. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റെയിൽവേയുടെ RPF നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ RPF ആൻഡ് RPSF നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. SI ആൻഡ് കോൺസ്റ്റബിളിന് വേണ്ടിയാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ്റെ ബ്രേക്ക് ഡൗൺ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെന്ന് അവിടെ നിന്ന് അത് കാണാം. ഇതാണ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി അത് ഒരു വട്ടെങ്കിലും കാണുമോ, എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞേക്കുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്നുള്ളത്. നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതേ RPF ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ലൈക്ക് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അപ്ലൈ ചെയ്യാൻ നേരത്തെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ്ലി നമ്മൾ പോകേണ്ടത് ഈ ഒരു ലിങ്കിലേക്ക്, നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ലിങ്കിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ റെയിൽവേയുടെ ഏത് എക്സാമിനും ഈ വർഷം വിളിക്കാനിരിക്കുന്ന ഏത് എക്സാമിനും അപ്ലൈ ചെയ്യേണ്ട ആ ഒരു ഒഫീഷ്യൽ ലിങ്ക് എന്ന് പറഞ്ഞ ഇതാണ്. സോ അത് ഡെഫിനറ്റ്ലി നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇത് ആവശ്യം വരും. നിങ്ങൾക്കറിയാം ഓൾറെഡി നിങ്ങൾ ടെക്നീഷ്യനോ അതേപോലെ തന്നെ ALPക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിങ്ക് വഴിയായിരിക്കും അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് വരാതിരിക്കുന്ന എക്സാംസിനൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതേ ലിങ്ക് യൂസ് ചെയ്ത് തന്നെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. പക്ഷെ ഇപ്പം ALPയോ നമ്മുടെ ടെക്നീഷ്യനോ അപ്ലൈ ചെയ്യാത്തവരാണ്, ആദ്യമായിട്ടാണ് ഈ വർഷം എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ അവരെന്ത് ചെയ്യുക, ഈ ഒരു ലിങ്കിലാണ് ഇനി വരാതിരിക്കുന്ന എക്സാംസ്, ഈവൻ നമുക്ക് ഫ്യൂച്ചറിൽ വരാതിരിക്കുന്ന NTPC അടക്കമുള്ള എക്സാംസ് ഈ ഒരു ലിങ്ക് വഴിയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു ലിങ്ക് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യം ആ ഒരു ലിങ്കിൽ പോകുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പേജ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. നമുക്ക് ഈ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ റെയിൽവേയുടെ ഈ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിലിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നായിരിക്കും നമ്മൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ വർഷം നമ്മുടെ റെയിൽവേയുടെ വേറെ എക്സാംസ് ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ നമ്മൾ ആദ്യമേ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഏതൊക്കെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പം ആക്റ്റീവ് ആയിട്ടുള്ളതെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു പേജിൽ കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിക്രൂട്ട്മെന്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് ഇൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആൻഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ്. അതുപോലെ തന്നെ താഴെ കോൺസ്റ്റബിളിന്റെയും അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടിന്റെയും നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 14 മെയ് ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്, ഈ വർഷം ഇതിനു മുമ്പ് അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല, വേറെ റെയിൽവേയുടെ എക്സാംസ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻസ് വരും. ഒന്ന് ക്രിയേറ്റ് ആൻ അക്കൗണ്ടിന്റെ ഓപ്ഷൻ വരും, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിന് മുമ്പ് ALPയോ ടെക്നീഷ്യോ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ യൂസർ നെയിം ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, ലോഗിൻ ചെയ്യാനുള്ളത്, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ലോഗിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ALPക്കോ നിങ്ങൾ ടെക്നീഷ്യനോ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അത് ക്ലിക്ക് ചെയ്യാം. അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വർഷം റെയിൽവേയുടെ എക്സാം അപ്ലൈ ചെയ്യാൻ പോകുന്നെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ALPയോ ടെക്നീഷ്യനോ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള നിങ്ങളുടെ ഫോൺ നമ്പർ ഓർ ഇമെയിൽ ID, അതാണ് നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത്, ആൻഡ് നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്തേക്കുന്നതാണ് പാസ്വേഡ്, അത് ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് സേ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഈ വർഷം ആദ്യമായിട്ടായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ALPയും ടെക്നീഷ്യൻ അപ്ലൈ ചെയ്തവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ RPF അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പേജ് ഓപ്പൺ ആവും ആൻഡ് അതേപോലത്തെ ഒരു പോപ്പപ്പ് കൂടി നമുക്ക് അവിടെ വരും. അവിടെ നമുക്ക് കാണിക്കുന്നത് കാൻഡിഡേറ്റ്
who have already created an account for ALP or technician or sub inspector അല്ലെങ്കിൽ കോൺസ്റ്റബിൾ അവർക്ക് ഇനി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം എന്നുള്ളതാണ് അവിടെ ക്ലിയർലി എഴുതി കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ അത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷെ അതർവൈസ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ALPക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, ടെക്നീഷ്യന് അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് സബ് ഇൻസ്പെക്ടറിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺസ്റ്റബിളിന് അപ്ലൈ ചെയ്യാൻ പോകുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ആദ്യത്തെ ഇനിഷ്യൽ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു പേജ് വരും, ആക്റ്റീവ് ആവും. ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു പേജ് ആക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈവൻ അറിയാതെ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരുവാണെങ്കിൽ പോലും നിങ്ങളുടെ ഓൾറെഡി യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി ഇവിടെ ലോഗിൻ ഹിയർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടുന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ലോഗിനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ആ ഒരു നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇന്ത്യൻ എന്നുള്ളത്. അതിനുശേഷം നിങ്ങളുടെ ഫുൾ നെയിം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ എഗെയിൻ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ 10th ക്ലാസ് സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് എങ്ങനെയാണോ നിങ്ങളുടെ പേര് കൊടുത്തിരിക്കുന്നത് എക്സാക്ട്ലി അതേപോലെയാണ് നിങ്ങളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്ഥലത്തും വീണ്ടും റീടൈപ്പ് ചെയ്യണം. എല്ലാം നിങ്ങൾക്ക് ഈ സൈഡിലേക്ക് റീടൈപ്പ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ജെൻഡർ ഇവിടുന്ന് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോഴത്തേന്ന് നമുക്ക് പിന്നെയും താഴേക്ക് വരുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നാഷണാലിറ്റി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്യുന്നത് നമ്മളിവിടെ പേര് മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരത്തുള്ളൂ. ആൻഡ് മേ ബി ഡേറ്റ് ഓഫ് ബർത്തും നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ നമുക്ക് അല്ലാതെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ആ ഒരു കാലണ്ടറിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിന്റെ താഴേക്ക് ബാക്കിയുള്ള ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ താഴേക്ക് വരുമ്പോൾ നമ്മളവിടെ ഫാദേഴ്സ് നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, മദേഴ്സ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് ഒന്നുകൂടി റീടൈപ്പ് ചെയ്യണം നമ്മൾ ഈ സൈഡിൽ. അപ്പോൾ നമ്മളതൊക്കെ അതിനുശേഷം നമുക്ക് ഇവിടെ വരുമ്പം ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും വെരിഫൈ യുവർ ആധാർ, ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് എന്നൊരു 2 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരുടെ കയ്യിൽ തന്നെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. ആൻഡ് വെരിഫൈ യൂസിങ് ആധാർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ അത് ക്ലിക്ക് ചെയ്യുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ മൊബൈൽ നമ്പറും എന്താ പറയുക വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. OTP വഴിയാണ് അതും വെരിഫൈ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ അവിടെ ആ ഒരു ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ വെരിഫൈങ് യൂസിങ് ആധാർ എന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജനറേറ്റ് ഇമെയിൽ OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ OTP നിങ്ങളുടെ ഇമെയിലിൽ വരും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജനറേറ്റ് മൊബൈൽ OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ നിങ്ങളിവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങളുടെ OTP വരും. അതും നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷന് വേണ്ടിയായിരിക്കും ആദ്യമേ വരുന്നത്. അപ്പോൾ നമ്മൾ ആധാർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ മൈ ആധാർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പോപ്പപ്പ് വരും. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഈ ഒരു ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യണം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി തന്നെ ഫിൽഡ് ആയിരിക്കും. നമ്മുടെ ആധാറിൽ നിന്ന് തന്നെയുള്ള ഡീറ്റെയിൽസ് അവിടെ തന്നെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും വന്നതിന് ശേഷം നിങ്ങൾ ഇവിടെ ഡീറ്റെയിൽസ് ജസ്റ്റ് ആസ് പെർ ആധാറിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ 10th വഴിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. രണ്ടും കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആധാർ വെരിഫൈഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഓപ്ഷൻ മാറി ഗ്രീൻ കളറിലേക്ക് വരും. ഇവിടെ എഴുതി കാണിക്കും ഇവർ ആധാർ വെരിഫൈഡ് എന്ന് എഴുതി കാണിക്കും. അതേപോലെ തന്നെ നമ്മൾ അതിനുശേഷം ഈ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷനിലേക്ക് പോകുമ്പോഴത്തേന്ന് നമുക്ക് നമ്മളവിടെ ഇമെയിൽ അഡ്രസ്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജനറേറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് OTP വരും. നമ്മൾ ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതുപോലെ മൊബൈൽ നമ്പറും നമ്മൾ ഇതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ജനറേറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് OTP വരും. നമ്മൾ ഇതേപോലെ തന്നെ നമ്മളവിടെ OTP എൻ്റർ ചെയ്ത് കൊടുക്കും. അപ്പോൾ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളവിടെ പ്രത്യേകിച്ച് വേറെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഡൗട്ട് വരും. സോ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു ടൈമർ ഓടുന്ന കാണാൻ പറ്റും.
ഓക്കെ, ആ ടൈമർ ഓടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരു ടൈമർ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത് ചെയ്യണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഇമെയിലിന്റെ ചെയ്തു, ഇമെയിലിന്റെ OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്താലും ആ ടൈമർ അവിടെ ഓടിക്കൊണ്ടിരിക്കുമായിരിക്കും. പക്ഷേ ആ ടൈമറിനുള്ളിൽ തന്നെ നിങ്ങൾ ആ ഒരു നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മൊബൈൽ OTP നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ടൈമർ ഓടുമായിരിക്കും, ഒരു 1 മിനിറ്റിന്റെ ടൈമർ ആയിരിക്കും അത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന OTP അതിന്റെ ഉള്ളിൽ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ആ ടൈമർ അവിടെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അത് 0 ആകുന്ന വരെ നമ്മളത് വേറെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യണോ എന്നൊരു ഡൗട്ട് വരണ്ട. അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈമർ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ അത് അവിടെ ആ ഒരു പ്രോസസ്സ്, ആ വെരിഫിക്കേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയിക്കോളും. അതിനുശേഷം നമ്മൾ താഴെ ബൈ ദാറ്റ് ടൈം നമ്മൾ ആ ഒരു ടൈമർ ഓടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ ആധാർ വെരിഫൈഡ് എന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ OTP അവിടെ അക്സെപ്റ്റ് ആയതിനു ശേഷം റീജനറേറ്റ്, ഇനി ഒരു വട്ടം കൂടി റീജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് റീജനറേറ്റിന്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ വോയിസ് OTP വേണമെന്നുണ്ടെങ്കിൽ വോയിസ് OTPയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ ബൈ ദാറ്റ് ടൈം ആ ഒരു ടൈമർ ഓടിയ സമയം കൊണ്ട് നിങ്ങൾ പാസ്വേഡ് ഒക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ആ പാസ്വേഡ് കൺഫേം ചെയ്തു, പിന്നെ നമ്മുടെ ഇവിടെ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. സോ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രിവ്യൂ കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും ഫാദർ നെയിം മദർ നെയിം ഇമെയിൽ അഡ്രസ്സ് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആസ് പെർ ആധാർ നമ്മുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തതാണ് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർലി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. വൺസ് നിങ്ങളത് ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ അഗെയിൻ ഒരു ഇതേപോലത്തെ ഒരു വിൻഡോ കാണിക്കും. നിങ്ങൾക്ക് അവിടെ ക്ലിയർലി കാണാൻ പറ്റും ഡീറ്റെയിൽസ് ഫിൽഡ് ഓൺ ദി ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോം ഇൻക്ലൂഡിംഗ് ഇമെയിൽ അഡ്രസ് ആൻഡ് മൊബൈൽ നമ്പർ cannot be modified at any stage of recruitment process once account is created. Do you want to proceed? ആക്ച്വലി നമ്മൾ നേരത്തെയും നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ബ്രേക്ക് ഡൗണിൽ നോട്ടിഫിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോട്ടിഫിക്കേഷൻ ക്ലിയർലി പറയുന്നുണ്ട് നമ്മുടെ മൊബൈൽ നമ്പറോ നമ്മളുടെ ഇമെയിൽ IDയോ നമുക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. ലൈക്ക് നമുക്കത് ചെയ്യാം എന്നുള്ളത് പോസിബിളേ അല്ല. പക്ഷേ നമുക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 250 rupees അടച്ചുകൊണ്ട് മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് 250 രൂപ അടച്ച് നമുക്ക് ആ മോഡിഫിക്കേഷൻസ് ചെയ്യാവുന്നതാണ്. പക്ഷേ മൊബൈൽ നമ്പറോ ഇമെയിൽ IDയോ നമുക്ക് ഇനി ഒരു സ്റ്റെപ്പിലും ഒരു രീതിയിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് ഇനി നമുക്ക് അങ്ങോട്ട് വരാതിരിക്കുന്ന എക്സാംസിൻ്റെ ലൈക്ക് NTPC അതേപോലത്തെ ഫ്യൂച്ചർ വരാതിരിക്കുന്ന എക്സാംസിനും നമ്മൾ ഇതേ അക്കൗണ്ട് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് മറക്കാതിരിക്കുക, അത് കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യുക. വൺസ് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഡയറക്റ്റ്ലി ലോഗ് ഔട്ട് ആവും ആൻഡ് നിങ്ങൾക്ക് അവിടെ കാണിക്കും യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഡയറക്റ്റ്ലി ഈ പേജ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും, നമ്മളായിട്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പേജ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ഇനി ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട്. നമുക്കവിടെ അക്കൗണ്ടിൽ യൂസർ നെയിം എന്ന് പറയുന്നത് ഏത് നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇമെയിൽ ID കൊടുത്താൽ മതി. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ കോഡ് ടൈപ്പ് ചെയ്യുക ആൻഡ് ദെൻ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഈ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് അവിടെ ആ ഒരു കൊടുത്തേക്കുന്ന പോയിന്റ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ ഏതൊക്കെ ലാംഗ്വേജിൽ എക്സാമിന് അപ്ലൈ ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഹിന്ദിയും ഇംഗ്ലീഷും കൂടാതെ 13 റീജിയണൽ ലാംഗ്വേജസിൽ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മലയാളം കാണാം. ഓക്കെ, അതുപോലെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് വായിച്ച് നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു സ്ക്രോൾ പോകുന്നുണ്ടായിരിക്കും, എന്തൊക്കെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഉള്ളതെന്നുള്ളതിൻ്റെ സ്ക്രോൾ പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ കാണാം റിക്രൂട്ട്മെന്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ ഒരു അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്നോട്ട് ഓപ്പൺ ആയെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ ബാക്കി കോൺസ്റ്റബിളിൻ്റെ നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, അത് അവിടെ സ്ക്രോൾ പോകുമായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള താഴെയുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഈ ഒരു വിൻഡോയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് എന്തൊക്കെ ആക്റ്റീവ് നോട്ടിഫിക്കേഷൻസ് ഉണ്ടോ അതെല്ലാം ഇതേപോലെ ഓരോ ബോക്സുകളിലായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ ഇപ്പോൾ ഓപ്പൺ ആണ്, അതിവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ കോൺസ്റ്റബിളിൻ്റെ ഓപ്പൺ ആണ്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു 2 എണ്ണം മാത്രമാണ് ഇപ്പം കറൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ 2 എണ്ണം ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഇവിടെ നിന്ന് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ PDF നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ PDF ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് നോക്കാവുന്നതാണ്.
അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് നോക്കാവുന്നതാണ്. വൺസ് ഇതല്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് കോൺസ്റ്റബിളിൻ്റെയും നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാവുന്നതാണ്. ഇനി വൺസ് നമുക്കിനി നമ്മുടെ ശരിക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇത്രയും നേരം നോക്കിയത് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ RRBയിൽ നമ്മുടെ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. ഇനിയാണ് ശരിക്കുള്ള നമ്മുടെ കോൺസ്റ്റബിൾ അല്ലെങ്കിൽ SIയുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് SIയുടെ ആണ് നമ്മളിപ്പോൾ തൽക്കാലം നോക്കുന്നത്. ബട്ട് നമ്മൾ ഈ പറയുന്ന SIയുടെയും കോൺസ്റ്റബിളിന്റെയും ആപ്ലിക്കേഷൻ പ്രോസസ്സ് എക്സാക്ട്ലി സെയിം ആണ്, വേറെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസങ്ങളും ഇല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് അവിടെ നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ കൊടുക്കുന്ന അവിടെ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ചേഞ്ചെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ ചേഞ്ചും ഇല്ല ആക്ച്വലി. അവിടെ നമുക്ക് ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ വരുന്ന സമയത്ത് SIയുടെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മുടെ ഗ്രാജുവേഷൻ ഡീറ്റെയിൽസ് നമ്മളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ വരുമ്പോഴും നമുക്ക് ആ ഗ്രാജുവേഷൻ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ബിക്കോസ് അവിടെ നമ്മുടെ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്നത് മാട്രിക്കുലേഷൻ ആണ്, അത് ഓൾറെഡി അവിടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമുക്കത് മുമ്പിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇത് ചെക്ക് ചെയ്യുക. ഐ ആം നോട്ട് കറന്റ് ഡീബാർഡ് ബൈ എനി RRB RRC എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ചെക്ക് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു SIയുടെ അല്ലെങ്കിൽ കോൺസ്റ്റബിളിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അവിടെ ഇതേപോലത്തെ ഒരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ പോപ്പും കാണും. ദിസ് ഡാറ്റ ഈസ് ഫെച്ച്ഡ് ഫ്രം യുവർ പ്രീവിയസ് സേവ്ഡ് ഡേറ്റ, ചെക്ക് ഓൾ ദി ഡീറ്റെയിൽസ് ടു പ്രൊസീഡ് ഫോർദർ. അപ്പം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഡീറ്റെയിൽസിൽ നിന്ന് ഫെച്ച് ചെയ്ത ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം. നിങ്ങളിപ്പം ഓൾറെഡി കുറച്ച് ഡീറ്റെയിൽസ് ഫിൽഡ് ആയിരിക്കും, അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ വരുന്നെന്നുള്ളത് കാണിക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇത് ആ ഒരു ക്രോസിൽ ക്ലിക്ക് ചെയ്ത് അത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമ്മളവിടെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽഡ് ആയിരിക്കും. ഇത് നമ്മുടെ പേര്, ജെൻഡർ, ഇതൊക്കെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. അതുപോലെ നമ്മുടെ ഫാദേഴ്സ് നെയിം, ഇമെയിൽ ID, നമ്മുടെ ഏജ്, നമ്മുടെ മദേഴ്സ് നെയിം ആൻഡ് മൊബൈൽ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഫില്ല് ചെയ്തേക്കുമായിരിക്കും. നമ്മളായിട്ട് എന്തൊക്കെ ഫില്ല് ചെയ്യേണ്ടി വരും, നമ്മുടെ നമ്മൾ സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ഫില്ല് ചെയ്യേണ്ടി വരും. നമ്മുടെ റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കണം, ഇത് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മുടെ ഫീസ് എക്സെപ്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മദർ ടങ് എന്താണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് ലാംഗ്വേജിലാണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അവിടെ നിങ്ങൾ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പെർമനന്റ് വിസിബിൾ മാർക്ക് ഓഫ് ഐഡന്റിഫിക്കേഷൻ അത് 2 എണ്ണം വേണം. ഒന്ന് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക, 2 ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തൊക്കെയാണ് പെർമനന്റ് വിസിബിൾ മാർക്സ്? ഇത് നമുക്ക് ചിലപ്പോൾ നമ്മൾ എക്സാമിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫ്യൂച്ചർ നമ്മുടെ മെഡിക്കൽ വരുന്ന സമയത്ത് മേ ബി അത് ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇത്രയും ഫില്ല് ചെയ്തതിനു ശേഷം നമ്മൾ കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ നമ്മളവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ഉണ്ട്, കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ 3-4 ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം. അതിൽ അൺറിസർവ്ഡ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കവിടെ പ്രത്യേകിച്ച് വേറെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് അൺറിസർവ്ഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു അൺറിസർവ്ഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അവിടെ നിന്ന് ആ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ബാക്കി നമുക്ക് അവിടെ അഡ്രസ് കൂടി ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. സോ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അതൊക്കെ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സെയിം ടൈം ഡിസ്ട്രിക്റ്റും നമ്മൾ ഇവിടുന്ന് ഡ്രോപ്പ് ഡൗണിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടൗണ്, വില്ലേജ്, സിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ചെക്ക് ബോക്സ് ജസ്റ്റ് ചെക്ക് ചെയ്ത ഉടനെ തന്നെ ഈ പെർമനന്റ് അഡ്രസ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ലാകും. അതല്ല നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെ സെപ്പറേറ്റ് ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് പോവാം. നമ്മൾ ഈ ഒരു കാര്യം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് അവിടെ വരുന്ന കേസ്? എന്നിട്ട് ഒരുപാട് പേർക്ക് സർട്ടിഫിക്കറ്റ്സിന്റെ കേസിൽ ഒരു ഇഷ്യൂ വരാറുണ്ട്, ഡൗട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ അൺറിസർവ്ഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് വേറെ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പക്ഷേ നമ്മൾ OBC സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഷെഡ്യൂൾ കാസ്റ്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും നോക്കാം. ഷെഡ്യൂൾ കാസ്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പോപ്പ് കാണാൻ പറ്റും. അപ്പോൾ only those communities which are recognized by the central government of India
as SC, ST and OBC are eligible for reservation in recruitment in Indian Railways. ഇവിടെ ക്ലിയർലി പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന SC, ST, OBC കമ്മ്യൂണിറ്റീസിനെ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ചില സ്റ്റേറ്റുകളിൽ ചില കമ്മ്യൂണിറ്റീസിന് സ്പെഷ്യൽ റെപ്രസെന്റേഷൻ ഒക്കെ കാണും, അല്ലെങ്കിൽ സ്പെഷ്യൽ റെക്കഗ്നൈസേഷൻ ഒക്കെ കാണും. പക്ഷെ അത് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവർക്ക് ഇവിടെ അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് സ്റ്റേറ്റിൽ മാത്രമുള്ളതാണെങ്കിൽ ആ സ്റ്റേറ്റിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റീസിന് മാത്രം, അത് SC, ST, OBC അവർക്ക് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, ഇവിടെ ആ ഒരു റിസർവേഷൻ കിട്ടത്തുള്ളൂ എന്നുള്ളത് വളരെ ക്ലിയർലി പറയുന്നുണ്ട്. അത് അറിഞ്ഞിരിക്കാം. ഓക്കെ, സോ ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ അഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പം ഷെഡ്യൂൾ കാസ്റ്റ് ആണെങ്കിൽ അവർക്ക് എന്തൊക്കെ ഫില്ല് ചെയ്യേണ്ടി വരും? ഓക്കെ, നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ആ ഒരു ഷെഡ്യൂൾ കാസ്റ്റിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ നമ്പർ നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് ഏത് ഇഷ്യൂയിങ് അതോറിറ്റി ഏതാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏത് അതോറിറ്റി ആണ് നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ കളക്ടർ ആണോ അതോ നിങ്ങളുടെ മജിസ്ട്രേറ്റ് ആണോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏത് ഡേറ്റിലാണ് അത് ഇഷ്യൂ ചെയ്ത് എന്നുള്ളത് നിങ്ങൾ ഇവിടെ ഈ ഒരു കാലണ്ടറിന്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫീസിന്റെ എക്സെപ്ഷൻ വേണോ ഇല്ലയോ, ലൈക്ക് നിങ്ങളുടെ ട്രാവൽ പാസിന്റെ ആ ഒരു ഫ്രീ ട്രാവൽ പാസ് സംഭവം വേണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് SCയുടെ ഷെഡ്യൂൾ കാസ്റ്റിന്റെ കേസിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. സോ ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു വെച്ചിട്ടായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. സോ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം അപ്ലൈ ചെയ്യുന്ന സമയത്ത്, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതേ ഡീറ്റെയിൽസ് തന്നെയാണ് നമുക്ക് വെരിഫൈ ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത്. അതേപോലെ നമ്മളിപ്പോൾ OBC ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ OBC സെലക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ ആദ്യമേ ഒരു ചെറിയ ഓപ്ഷൻ വരും, ഡു യു കം അണ്ടർ OBC നോൺ ക്രീമി ലെയർ എന്ന് ഓപ്ഷൻ വരും. അപ്പൊ നമ്മൾ അവിടെ യെസ് ഓർ നോ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന നോ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, നമ്മൾ ആ ഒരു നോൺ ക്രീമി ലെയറിലാണോ വരുന്നതെന്നുള്ള ഓപ്ഷൻ വരുമ്പം നോ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, യു ഹാവ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് യു ഡു നോട്ട് ഫാൾ അണ്ടർ ദി OBC നോൺ ക്രീമി ലെയർ കാറ്റഗറി, therefore you will be considered as a candidate of unreserved category. അപ്പം ഒരു OBCയിൽ നോൺ ക്രീമി കാറ്റഗറി വരാത്ത ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ആ കാൻഡിഡേറ്റിനെ എങ്ങനെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത്? അൺറിസർവ്ഡ് കാൻഡിഡേറ്റ് ആയിട്ട് തന്നെ, എന്ന് പറഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അവിടെ സ്പെഷ്യൽ റിസർവേഷൻസ് ഒന്നും തന്നെ ലഭിക്കുന്നതായിരിക്കത്തില്ല. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കാം. സോ ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ അഗ്രി കൊടുത്തിട്ട് ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അതല്ല നിങ്ങൾ യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, നിങ്ങൾ നോൺ ക്രീമി ലെയറിൽ വരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻ അവിടെ ഇതേപോലത്തെ ഒരു പോപ്പ് അപ്പ് വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, അവിടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും എന്തൊക്കെയാണ് എഴുതിയേക്കുന്നുള്ളത്. അത് വൺസ് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഐ അഗ്രി ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ഫില്ല് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് അഗെയിൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ ഫില്ല് ചെയ്യണം, ഏത് അതോറിറ്റിയാണ് അത് ഇഷ്യൂ ചെയ്തതെന്നുള്ള ഫില്ല് ചെയ്യണം, അതേപോലെ ഏത് ഡേറ്റിലാണ് അത് ഇഷ്യൂ ചെയ്തതെന്നുള്ളത് ഫില്ല് ചെയ്യണം. ഓക്കെ, ഏത് അതോറിറ്റിയാണ് അത് ഇഷ്യൂ ചെയ്തത്, ഏത് ഡേറ്റിലാണ് അത് ഇഷ്യൂ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഏതാണ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ എന്താണ്, ഈ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് തന്നെ എൻട്രി ചെയ്ത് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ഇതാണ് OBCയുടെ കേസിൽ വരുന്ന രണ്ട് ഓപ്ഷൻസ്. ഇനി അതല്ല നമ്മൾ ST ഷെഡ്യൂൾ ട്രൈബ് കാറ്റഗറി വരുന്ന ആളാണെങ്കിൽ അയാൾ ഇവിടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ കുറെ ഓപ്ഷൻസ് ആക്റ്റീവ് ആവും. ഓക്കെ, നമ്മളിത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ്, നമ്മൾ ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഓപ്ഷൻസ് ഒക്കെ ആക്റ്റീവ് ആകുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആയിരിക്കത്തില്ല. നമ്മളവിടെ അൺറിസർവ്ഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്നും തന്നെ വരത്തില്ല. നമ്മളിവിടെ ഓപ്ഷൻസ് മാറ്റി കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതേപോലത്തെ ഓരോ ഓപ്ഷൻസ് വരുന്നത്. അത് എന്തൊക്കെ ഓപ്ഷൻസാണ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങളെ ക്ലിയർലി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ SC കൊടുത്തപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണോ വന്നത് അതേ സെയിം ഓപ്ഷനാണ് ST കൊടുക്കുമ്പോഴും വരുന്നത്. അപ്പോൾ അഗെയിൻ സർട്ടിഫിക്കറ്റ് നമ്പർ നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം, ഏത് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്തെന്നുള്ളത് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കണം, ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഏത് ഡേറ്റിലാണ് അത് ഇഷ്യൂ ചെയ്തെന്നുള്ള കാലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ഫീസ് നമ്മുടെ ഒരു ട്രാവൽ പാസ്, ഓക്കെ, അത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതും അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടെ വരുന്ന കാറ്റഗറീസിന്റെ കേസസ് വരുന്നത്. അപ്പോൾ ആ ഒരു മെയിൻ കാറ്റഗറീസിന്റെ എല്ലാ കേസസും അവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതേപോലെ തന്നെ EWS വന്നു കഴിഞ്ഞാലും സെയിം അത് തന്നെയാണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ വരുമ്പോഴും നിങ്ങൾക്ക് അതേപോലെ സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അതോറിറ്റീസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ഏത് ഡേറ്റിലാണ് അത് ഇഷ്യൂ ചെയ്തെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ ഓരോ കാറ്റഗറിക്ക് എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ ക്ലിയർലി കണ്ടുകാണ്, അല്ലെങ്കിൽ എന്താ വേണ്ടിയെന്നുള്ളത് കണ്ടുകാണ്. സോ ആ ഒരു സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുള്ളവരാണെങ്കിൽ
ഓക്കെ, നിങ്ങൾ ആ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്നവരാണ്, നിങ്ങൾക്ക് ആ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തു വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്പേഴ്സ് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു കൊടുക്കണം ഈ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത്. വൺസ് നമ്മൾ ഇതെല്ലാം താഴെയുള്ള അഡ്രസ്സ് കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ താഴെ നമുക്കവിടെ നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സേവ് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഒരു ഇതിലേക്കായിരിക്കും പോകുന്നത്. നമ്മുടെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിപ്പം ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തു. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ കാറ്റഗറി ഡീറ്റെയിൽസ് ഒക്കെ കുറച്ച് അവിടെ ഉണ്ട്. നമ്മൾ എക്സ് സർവീസ് മാൻ ആണോ എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് എല്ലാത്തിനും ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, യെസ് ഓർ നോ നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ, അതുപോലെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണോ, അതുപോലെ തന്നെ ഓൾറെഡി റെയിൽവേയിൽ എംപ്ലോയി ആണോ എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കറന്റ്ലി സെൻട്രൽ ഗവൺമെന്റിൽ റെയിൽവേ സെൻട്രൽ ഗവൺമെന്റിൽ വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള രീതിയിലൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം വല്ല കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളാണോ അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം എസ് ഓർ നോ നിങ്ങളുടെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഓൾറെഡി നമ്മുടെ നോട്ടിഫിക്കേഷൻ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 500 രൂപയാണ് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ അവർക്ക് 500-ൽ 400 രൂപയും നിങ്ങൾ എക്സാം എഴുതാൻ പോകുവാണെങ്കിൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് 400 റുപ്പീസ് എന്ത് കിട്ടും, റീഫണ്ട് കിട്ടും. ഓക്കെ, അതുപോലെ ബാക്കിയുള്ള കാറ്റഗറിക്ക് ആ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓൾറെഡി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക ആ ഡീറ്റെയിൽസ്. അപ്പോൾ അങ്ങനെ ആ ഒരു റീഫണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഏതെങ്കിലും സ്റ്റെപ്പിൽ നിങ്ങളുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ പ്രോസസ്സർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ച് കിട്ടത്തില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഈവൻ OBC, SC, ST എല്ലാവരും ഈ പറഞ്ഞ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവർക്ക് അടയ്ക്കേണ്ട ഫീസ് 250 റുപ്പീസ് ആണ് അവർക്ക് അടയ്ക്കേണ്ട ഫീസ് എന്ന് പറഞ്ഞാൽ. ജനറലിനാണ്, അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആയാലും 250 ആണ് അടയ്ക്കേണ്ടത്. ജനറൽ കാൻഡിഡേറ്റ്സിനാണ് 500 അടയ്ക്കേണ്ടി വരുന്നത്. അതിൽ 400 റുപ്പീസ് റീഫണ്ട് ആവും എക്സാമിന് നമ്മൾ പോകുവാണെങ്കിൽ, നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ. ഇനി നമ്മൾ റീഫണ്ടിന് വേണ്ടിയുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പേര്, നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒരു വട്ടം കൂടി ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്യുക. നമ്മുടെ IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. IFSC കോഡും അക്കൗണ്ട് നമ്പറും കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും റീസൺ കൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ് തെറ്റാണെങ്കിൽ നമുക്ക് റീഫണ്ട് വരത്തില്ല. ആൻഡ് അതിന്റെ റെസ്പോൺസിബിലിറ്റി റെയിൽവേയുടെ ആയിരിക്കത്തില്ല, നമ്മളുടെ മാത്രമായിരിക്കും, കാൻഡിഡേറ്റിന്റെ മാത്രമായിരിക്കും എന്നുള്ളത് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് പിന്നെ മാറ്റാനോ എടുക്കാനോ ഒരു ഓപ്ഷൻസ് നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇത്രയും ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ആൻഡ് നമ്മളിവിടെ ആ ഒരു IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൺഫേം ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾ ബാങ്കിന്റെ പേരോ ബാങ്കിന്റെ അഡ്രസ്സോ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. നമ്മൾ IFSC കോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കൺഫേം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസും നമ്മുടെ ബാങ്കിന്റെ കറക്റ്റ് അഡ്രസ്സും കറക്റ്റ് ആയിട്ടുള്ളത് അവിടെ വരും. നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അത് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വൺസ് ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള റിമൈനിങ് ഓപ്ഷൻസിലേക്കായിരിക്കും പിന്നെ പോകുന്നത്. ഇനി അടുത്ത നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തു, അതർ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ഈ കോൺസ്റ്റബിളിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും SIക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും വരുന്ന ഒരു ചെറിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ്. നമുക്ക് ഈ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഓൾറെഡി ഈ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്താണ് സെലക്ട് ആയി കിടക്കുന്നത്, മാട്രിക്കുലേഷൻ SSLC അവിടെ സെലക്ട് ആയി കിടപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം, ഇവിടുന്ന് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം, ഇവിടുന്ന് ബോർഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഏത് ഡേറ്റിലാണ് നമ്മൾ ആ പാസ്സായത് ആ ഡേറ്റ് ഇവിടെ കലണ്ടറിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റോൾ നമ്പർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ്ലി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യല്. എസ്പെഷ്യലി SIയുടെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യല്. ബിക്കോസ് ഓൾറെഡി നിങ്ങൾക്കറിയാം SI ആണെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതൊരു എറർ കാണിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു ഓപ്ഷൻ കൂടി ഓപ്പൺ ആവും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് അവിടെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കി ഗ്രാജുവേഷൻ കൊടുത്തുകൊണ്ട് അവിടുത്തെ ഇതേ ഡീറ്റെയിൽസ് അവിടെയും നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആദ്യമേ നമ്മൾ മാട്രിക്കുലേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി അവിടെ മാട്രിക്കുലേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇതേപോലെ സേവ് ആവും. എന്നിട്ട് തൊട്ട് താഴെ നമുക്ക് നേരത്തെ മാട്രിക്കുലേഷനിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു ഓപ്ഷൻ വീണ്ടും വരും. നിങ്ങൾ അവിടെ
ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഗ്രാജുവേഷൻ കൊടുക്കുമ്പോൾ ഇതേപോലെ തന്നെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ബോർഡും ഡേറ്റ് ഓഫ് പാസിങ്ങും റോൾ നമ്പറും ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ അവിടെയും ടൈപ്പ് ചെയ്യാൻ പറയും. ആ ഡീറ്റെയിൽസ് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തിട്ട് ആഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഗ്രാജുവേഷൻ ഡീറ്റെയിൽസ് അവിടെ ഓട്ടോമാറ്റിക്കലി ഇതേപോലെ തന്നെ ആഡ് ആകുന്നതാണ്. പക്ഷേ അത് നിങ്ങളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് SI ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റബിൾ ആണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ജസ്റ്റ് മാട്രിക്കുലേഷൻ മതി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനിയും നിങ്ങൾക്ക് ഇതേപോലെ ക്വാളിഫിക്കേഷൻ ഇവിടുന്ന് വീണ്ടും അടുത്തൊരെണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഒരു ഓപ്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. എന്നിട്ട് നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സേവ് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുക. സേവ് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുമ്പോൾ അടുത്ത് നമ്മൾ അപ്ലോഡ് പ്രൊഫൈൽ ഡോക്യുമെന്റ്സിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്, വളരെ ഈസി ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആവും. ഇനി അപ്ലോഡ് പ്രൊഫൈൽ ഡോക്യുമെന്റ്സ്, അപ്പം അവിടെ 2 കേസ് മാത്രമേ ഉള്ളൂ. അപ്പം കുറച്ചൊരു ഡൗട്ട് വരാറുണ്ട്, നമ്മൾ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കണോ, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണോ എന്നൊക്കെ ചില ഡൗട്ട് വരാറുണ്ട്. നമ്മുടെ റിസർവേഷന്റെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ അങ്ങനെയൊന്നും ചെയ്യാനില്ല. നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും. നിങ്ങൾക്ക് ഇത് രണ്ടുമാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഏത് സൈസിൽ വേണം, അതിന്റെ ഒരു പിക്സലും അങ്ങനെയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ ഈ ഒരു സൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ആ ഒരു ബ്രൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് അവിടെ കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളത് കൊടുക്കുന്ന ഫോട്ടോ ശരിയല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എറർ കാണിക്കും. അപ്പം നിങ്ങൾക്കത് ഫോട്ടോനെ പ്രോപ്പർ ആക്കി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് അവിടെ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാണാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഫോട്ടോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ലൈക്ക് ഇനി ഇപ്പം എൻ്റെ കയ്യിലുള്ള ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെ സാമ്പിൾസ് ആണ് റിജക്റ്റ് ആവാൻ സാധ്യതയുള്ള ഫോട്ടോസ് എന്നുള്ളൊരു സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൻ്റെ അകത്ത് നിങ്ങൾ ക്ലിയർലി കാണാൻ പറ്റും എങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് ആണ് റിജക്റ്റ് ആവാൻ സാധ്യതയുള്ളത്. നിങ്ങൾക്ക് അവിടെ ഓരോന്നും വായിച്ചു നോക്കാവുന്നതാണ്. സൺഗ്ലാസസ്, അതുപോലെ തന്നെ ഐസ് കവറായി ഇരിക്കുന്നത്, അതേപോലത്തെ ബാക്കിയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും താഴോട്ടും ഉണ്ട്, നിങ്ങൾക്ക് അതെല്ലാം തന്നെ വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും എങ്ങനത്തെ ഫോട്ടോസ് ആണ് റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഫോട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തു, സിഗ്നേച്ചർ നിങ്ങൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു, അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഇത് രണ്ടും മാത്രമേ ചെയ്യാനുള്ളൂ. ഇത് രണ്ടും കൊടുത്തതിന് ശേഷം എഗെയിൻ സേവ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുവാണ്. പ്രിഫറൻസ് ആൻഡ് പ്രിവ്യൂ. ഓക്കെ, നമ്മുടെ ബാക്കിയുള്ള ലാസ്റ്റ് പ്രോസസ്സിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമുക്കിനി ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ പ്ലേസ് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഓൾറെഡി കാണും. ആ സിഗ്നേച്ചർ ജസ്റ്റ് ചെക്ക് ചെയ്യുക ക്ലിയർലി വിസിബിൾ ആണോ എന്നുള്ളത്. ആൻഡ് ദെൻ പ്രിവ്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രിവ്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫുള്ളായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ, എന്തെങ്കിലും ഇഷ്യൂസോ എറേഴ്സോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റിന്റെ ഒരു ഓപ്ഷൻ വീണ്ടും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ വൺ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, നമുക്ക് പിന്നെ അത് 250 റുപ്പീസ് അടച്ച് മാത്രമേ നമുക്കത് വീണ്ടും നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, 250 റുപ്പീസ് അടച്ചാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അതും നമുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ആപ്ലിക്കേഷൻ ക്ലോസ് ആയതിനു ശേഷം. എന്ന് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ 14-ാം തീയതി ക്ലോസ് ആയതിനു ശേഷം നമുക്ക് 15-ാം തീയതി തൊട്ടേ പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 15-ാം തീയതി തൊട്ടൊരു അറൌണ്ട് ഒരു 10 ഡേയ്സ് ഉണ്ട്. ആ 10 ഡേയ്സിൻ്റെ അകത്ത് നമുക്ക് ഈ പൈസ അടച്ച് എഡിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഫൈനൽ കൊടുക്കുന്നതിന് മുമ്പേ ഒന്നുകൂടി ചെക്ക് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം തന്നെ. എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ചെക്ക് ബോക്സ് ഉണ്ട്, ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ക്ലിയർലി ആ ഒരു പോപ്പ് വരും. ആപ്ലിക്കൻ വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻസ് ഇൻ ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ. ഓക്കെ, സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഒരു ചേഞ്ചസും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ആ ഒരു പൈസ അടച്ചുകൊണ്ട്. വൺസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം
പിന്നെ നിങ്ങൾ അടുത്ത ലാസ്റ്റ് നിങ്ങളുടെ ആ ഒരു പേയ്മെന്റ് ചെയ്യുന്ന ആ ഒരു വിൻഡോയിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എത്ര റുപ്പീസ് ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ജനറൽ ആണെങ്കിൽ അൺറിസർവ്ഡ് ജനറൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 500 അടക്കേണ്ടി വരും. അതല്ല ഫീമെയിൽ കാൻഡിഡേറ്റ്സ് SC ST ഒക്കെ ആണെങ്കിൽ ബാക്കിയുള്ള കാറ്റഗറി വരുന്നവരാണെങ്കിൽ അവർക്ക് 250 റുപ്പീസ് അടക്കേണ്ടി വരും. ആ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പർ ഇവിടെ കാണിക്കും. നിങ്ങൾ അടക്കേണ്ട ആ ഒരു എമൗണ്ട് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ പേ നൗവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് പേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ വരുന്നത്. അത് കോൺസ്റ്റബിൾ ആയാലും SI ആയാലും രണ്ടും സെയിം തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. നിങ്ങൾക്ക് അതുപോലെ ഇവിടെ റീഫണ്ട് പോളിസി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് ചുമ്മാ നിങ്ങൾക്ക് വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കാവുന്നതാണ്. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു RPFന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ അകത്ത് വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇൻക്ലൂഡിങ് ആ ചെറിയ വരുന്ന പോപ്പപ്പ് അടക്കമാണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ഒരു ഡൗട്ട് വരാതിരിക്കാൻ ആ ഒരു പോപ്പപ്പ് അടക്കം നമ്മൾ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ആ ഒരു ഇത് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ഒരു സൈഡിൽ ഒരു വിൻഡോയിൽ ഓപ്പൺ ചെയ്ത് വെച്ച് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റെപ്പായിട്ട് കറക്റ്റായിട്ട് നോക്കി തന്നെ ചെയ്തു പോകാം. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ വേറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്കറിയാം ടുവേർഡ്സ് ദി ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോൾ കാൻഡിഡേറ്റ്സ് ഒരുപാട് കാണും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ സമയത്ത് നമുക്ക് ആ ഒരു സൈറ്റിൽ എന്തെങ്കിലും ലോഡ് വരുന്ന കാരണം ചിലപ്പോൾ സൈറ്റ് ഓപ്പൺ ആയില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ചില ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ റിസ്ക് എടുക്കാതിരിക്കുക, ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ നിങ്ങൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ പേയ്മെന്റ് ചെയ്യുമ്പോഴും ഓക്കെ ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചേക്കാം, എല്ലാം സേവ് ചെയ്ത് വെച്ചേക്കാം, എന്നിട്ട് ലാസ്റ്റിൽ പേയ്മെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കില്ല. പേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ പോലും നിങ്ങൾ എക്സാമിന്റെ ആ ഒരു ലാസ്റ്റ് ഡേറ്റിന് ഒരു 10 days മുമ്പെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പേയ്മെന്റ് ചെയ്യണം. ബിക്കോസ് ആ ഒരു ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്താൽ പേയ്മെന്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾക്ക് പിന്നെ ഡൗട്ട്സും എറേഴ്സും ഇഷ്യൂസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ ക്ലിയർലി പറയുന്നുണ്ട് നമ്മുടെ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്നുള്ളതും ക്ലിയർലി പറയുന്നുണ്ട്. സോ പേയ്മെന്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തില്ല. സോ ഐ ഹോപ്പ് ഈ ഒരു സെഷൻ വഴി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ക്ലിയർ ഡീറ്റെയിൽസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് വീഡിയോ ആയിട്ട് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾ വരെ എത്തിക്കുന്നതായിരിക്കും. സോ ഡെഫിനറ്റ്ലി ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളിവിടെ SSCയുടെയും റെയിൽവേയുടെയും വരാതിരിക്കുന്ന എക്സാംസിനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫ്യൂച്ചറിൽ വരുന്ന ഒരു അപ്ഡേറ്റ്സും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കില്ല, മിസ്സാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു RPFന്റെ അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള റെയിൽവേ NTPC എക്സാംസിനൊക്കെ അതേപോലെ ഈവൻ SSC എക്സാംസിനൊക്കെ നിങ്ങൾക്കൊരു കോഴ്സസിന് കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് ഏതൊക്കെ എക്സാംസിന് അപ്ലൈ ചെയ്യാം അങ്ങനെയുള്ള ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത ആ ഒരു കോഴ്സസിലേക്ക് ഒക്കെ തന്നെ ഓഫർ പ്രൈസുകളിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു എക്സ്ട്രാ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഐ ഹോപ്പ് എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും ഇവിടെ മീറ്റ് ചെയ്യാം. താങ്ക് യു.